ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആ ഒരു പ്രൊമോയില് നമ്മളെല്ലാം എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണും. നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കണം എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരു രംഗവും നമ്മുടെ സച്ചി ഭയങ്കര കലിപ്പോടെ നമ്മുടെ ചന്ദ്രയെ നോക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിച്ചത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രൊമോയില് നമ്മുടെ സച്ചി ആകപ്പാടെ കളികളിക്ക് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, അവനെങ്ങാനും ഇവിടെ കയറ്റിയാൽ ഞാൻ അവന്റെ തല വെട്ടിക്കളയും, നിങ്ങൾ ആരെയും ഞാൻ നോക്കൂല, അവന് മേലാൽ ഈ കുടുംബത്തെ കയറ്റി പോരുതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ആകപ്പാടെ കരുതുള്ളുവാ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് കേൾക്കും നമ്മുടെ ചന്ദ്ര ആകപ്പാടെ ഒരു കിളിപോയ അവസ്ഥയിലാട്ടോ. ഒരു കോടീശ്വരയെ മരുമകളാണല്ലോ കൈവിട്ട് പോകുന്നത്, ഇവൻ എല്ലായിടത്തോളം കാലം ശ്രീകാന്തിന് ഇവിടെ കയറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടിയൊക്കെ ഇരിക്കുക. ആ ഒരു സമയത്താണ് നമ്മുടെ രേവതിയുടെ അമ്മ നമ്മുടെ രേവതിനെയും സച്ചിനെയും ദീപാവലിയുടെ തലേന്ന് ലക്ഷ്മിയുടെ വീട്ടിലേക്ക്, അതായത് രേവതിയുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വരിക കേട്ടോ. അപ്പൊ നമ്മുടെ നമ്മുടെ രേവതിയുടെ അമ്മ കുറെ ഫ്രൂട്ട്സ് ഒക്കെ ആ ഒരു പ്ലേറ്റിലേക്ക് നിരത്തി നമ്മുടെ രവീന്ദ്രൻ അച്ഛന് കൊടുത്തിട്ടാട്ടോ നമ്മുടെ ഈ ഒരു കാര്യമൊക്കെ പറയുന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദീപാവലി അല്ലേ, ഇവരെ തലേന്ന് വീട്ടിലേക്ക് വിടണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ രവീന്ദ്രൻ സമ്മതിക്കുന്നുണ്ട്, ശരി അവർ വരും എന്ന് പറയുന്നുണ്ട്. അപ്പൊ സച്ചിയോട് പറയുന്നുണ്ട്, മോൻ രേവതിനെയും കൂട്ടി തലേ ദിവസം വന്നോട്ടോ എന്ന് പറയുമ്പോൾ സച്ചി മുഖത്ത് നോക്കി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് പറ്റില്ല, ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ അമ്മയ്ക്ക് മനസ്സിലായോ ഇവർ തമ്മിലുള്ള പ്രശ്നമൊന്നും തീർന്നിട്ടില്ല എന്ന്. ഭയങ്കര സങ്കടമാകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സങ്കടം കണ്ടിട്ട് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, അവരെന്തായാലും ഉറപ്പായിട്ടും വന്നിരിക്കും, ഞാനാ പറയുന്നത്, ലക്ഷ്മി പൊക്കോ എന്നും പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് തിരികെ അയക്കുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതിയും നമ്മുടെ സച്ചിയും കൂടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോകുന്നൊരു രംഗമാട്ടോ. അപ്പൊ നമ്മുടെ രേവതിനടുത്ത് നമ്മൾ സച്ചി പോകുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് പോയി തുണിയൊക്കെ എടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. മിക്കവാറും നമ്മുടെ ലക്ഷ്മി രേവതിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ നമ്മുടെ അച്ഛൻ കാശ് കൊടുത്തിട്ട് ഇവർ പോയതായിരിക്കാം. അപ്പൊ തന്നെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, രേവതി ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം, നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് തുണിയെടുക്കാൻ പോകുന്നതെന്ന് വിളിച്ച് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ സച്ചി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, അച്ഛനിപ്പോൾ ഉറങ്ങുമായിരിക്കും, അച്ഛനോട് ഇതൊന്നും പറഞ്ഞ് ശല്യപ്പെടുത്തണ്ട, നീ എന്നെ വിടത്തില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ആ ഒരു പിണക്കമൊക്കെ ഏകദേശമൊക്കെ അടുക്കപ്പടുക്കൊക്കെ ഇല്ലാതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധാ സംസാരത്തിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.